അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഇപ്പോൾ പുതിയ ഇറങ്ങിയ മാർവലിൻ്റെ സിനിമയാണ്, അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നൊരു ഇതിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത്, ഇവർ MCU എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് മാറ്റിപ്പിടിച്ച് വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന കഥയായിട്ടാണ് ഈ സിനിമ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം MCUവിൽ ഇപ്പോൾ എന്ത് കാര്യം നടന്നു കഴിഞ്ഞാലും മൾട്ടിവേഴ്സിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളൊരു തീം നമുക്ക്, അല്ലെങ്കിൽ തോട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും, ഒരു ചിന്ത. ഇപ്പൊ തണ്ടർബോൾട്സ് സിനിമ ഇറങ്ങിയതാണെങ്കിലും എല്ലാ സിനിമകളിലും ഇതിന് മൾട്ടിവേഴ്സായിട്ട് എന്താണ് ബന്ധം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ കുറച്ച് ഫ്രീഡം കിട്ടുന്നുണ്ട്, ഒന്ന് ബ്രീത്ത് ചെയ്യാനായിട്ടും ഇതിനൊക്കെ ആയിട്ട്. വേറൊരു ഇതുള്ള കാസ്റ്റിംഗ്, ഇപ്പോൾ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സൂ സ്റ്റോം, അതായത് റീഡ് റിച്ചാർഡ്സ്, സൂ സ്റ്റോം, ജോണി സ്റ്റോം, അല്ലെങ്കിൽ ബെൻ ഗ്രിം, ഇവരുടെയൊക്കെ ക്യാരക്ടർ പ്ലേ ചെയ്ത ഓരോ ആക്ടേഴ്സും അവരെല്ലാവരും നല്ല അവരവരുടേതായ ക്യാരക്ടേഴ്സ് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ഒരു സുഖമില്ലല്ലോ എന്ന് തോന്നില്ല. ഈ സിനിമ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഒരു തോന്നിയിരുന്നു ഇതൊരു നാടകം മാതിരി തോന്നുമോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒട്ടും തന്നെ ഇല്ല ഈ സിനിമയ്ക്ക് ആ ഒരു ഫീല്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ സിൽവർ സർഫറും ഗലാക്ടസും ഉണ്ട്. എനിക്ക് സിൽവർ സർഫറും ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ സിൽവർ സർഫറും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗലാക്ടസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ആ ഒരു പ്രസൻസ് കൊള്ളാം. ഗലാക്ടസ് ഇനി MCUവിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല, കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷെ ഈ സിനിമ ടോട്ടലി ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MCU സിനിമ എന്നുള്ള നിലയിൽ ഒരു MCU ഫാൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർവൽ സിനിമ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിരുന്ന് പൈസ എടുത്ത് പോയിരുന്ന് കാണാവുന്ന സിനിമയാണ്. നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ നോവേ ഹോമോ അല്ലെങ്കിൽ ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ കണ്ട മാതിരി ഒരു വേറെ ലെവല് പടർന്ന് അങ്ങനത്തെ ഒരു തോന്നലിൽ ഇറങ്ങില്ല നിങ്ങൾ. കാരണം പടം പോകുന്ന പേസും അതല്ല, പടത്തിന്റെ കൺസെപ്റ്റും സ്റ്റോറിയും എല്ലാം ഒന്നും അങ്ങനെയല്ല. ഇതൊരു ഫാമിലി, ഇങ്ങനെയുള്ള കുറെ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിച്ച് പോകുന്നത്. ഓരോ റെസ്പോൺസിബിലിറ്റി, രക്ഷിക്കേണ്ടതും എന്നൊക്കെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ട്രെയിലർ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിനിമ എന്നുള്ളത്. ട്രെയിലറിൽ നിങ്ങൾ എന്താണോ കണ്ടത് അത് തന്നെയാണ് സിനിമ. വേറെ എക്സ്ട്രാ ഒരു സർപ്രൈസ് എലമെന്റ് എന്ന് പറയാൻ മാത്രം അങ്ങനൊന്നും ഞാൻ കണ്ടോന്നില്ല. നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തന്നെ നെഗറ്റീവ് പറയാനായിട്ട് തോന്നിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ ഉണ്ടായിരുന്നു, അത് ഞാൻ പോയ തിയേറ്ററിന്റെ ആയിരുന്നു തോന്നുന്നു. ചില നേരത്ത് ഓഡിയോ സംസാരിക്കുന്ന ഡയലോഗിന് ഒരു മഫിൾഡ് ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ തോന്നണുണ്ടോന്ന് അറിയൂടെ എന്റെ മൈക്കിന്റെ, പക്ഷെ ആ ഒരു മഫിൾഡ് ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഒരു ആള് സംസാരിക്കണ ഒരു ഒച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിലൊരു തലോണം വെച്ച് കഴിയുമ്പോൾ കേൾക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ കുറച്ചു നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അതൊക്കെ ശരിയായി. പക്ഷെ ഓവറോൾ പടം നല്ല രസമായിട്ടുണ്ടായിരുന്നു. 3D ആണ് കണ്ടതെന്നുണ്ടെങ്കിലും ഞാൻ 3D എനിക്ക് തോന്നാഞ്ഞാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് 3D എഫക്റ്റുകളൊന്നും 3D ആയിട്ട് ഇറക്കാൻ മാത്രമുള്ള സിനിമ ഉണ്ടോയെന്ന് എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. അതിനും മാത്രം പിന്നെ എല്ലാ സൂപ്പർ ഹീറോ സിനിമകളും ഇപ്പോൾ 3D ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ മര്യാദക്കുള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ ചിലപ്പോൾ തോന്നുമായിരിക്കാം. ഞാനിവിടെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ സിനിമ കണ്ടത്. പക്ഷെ ഓവറോൾ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞാൽ തണ്ടർബോൾട്സിന്റെ അത്രയും ഇഷ്ടമായെന്ന് ചോദിച്ചാൽ അത്രയ്ക്കുമല്ല. തണ്ടർബോൾട്സ് ഇത്തിരിയുടെ ഒരു ഇമോഷണൽ ഇതിലേക്ക് പോകുന്നതാണ്. ഈ സിനിമ ഫാന്റാസ്റ്റിക് ഫോറിനെ നമ്മുടെ MCUക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്നുള്ളത് പടം കാണുമ്പോൾ നമുക്ക് നല്ലപോലെ ഇതാവും. പിന്നെ ഞാൻ കണ്ടേക്കുന്നതിനെ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫാന്റാസ്റ്റിക് ഫോർ സിനിമയും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 out of 10, അല്ലെങ്കിൽ 8 out of 10 പോട്ടെ, 8.5 out of 10 തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കും. കാരണം 8.5 കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമുക്കൊരു മാർവൽ സിനിമ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ കുറെ കാലമായിട്ട് നിരാശയാണ് തോന്നാറ്. ഈ സിനിമയ്ക്ക് നമുക്ക് നിരാശ തരാൻ മാത്രമുള്ള രീതിയിലൊന്നല്ല. ഒരു പടം കണ്ടു, രസം ഉള്ള ഒരു പടം. പിന്നെ നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ അതൊന്നും പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് എനിക്ക് ഈ സിനിമയിൽ കിട്ടി. അതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഫാന്റാസ്റ്റിക് ഫോർ ഡൂംസ്ഡേയിൽ വരും എന്നുള്ളതും ആ സിനിമയിൽ പറയുന്നുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഈ സിനിമയ്ക്ക് ഉണ്ട്. അതും ഒരു രസമുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ നിങ്ങൾ മാർവൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കുക, പോയി കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഈ ക്യാരക്ടേഴ്സ് ഇനി വരുന്ന അവഞ്ചേഴ്സ് സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവരുടെ ചിന്തിക്കുന്ന രീതികൾ എന്താണെന്നൊക്കെ മനസ്സിലാണ്, ഇവരുടെ ഒരു ക്യാരക്ടേഴ്സിന്റെ ടീമിന്റെ ഡൈനാമിക് ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സിനിമ എന്തായാലും പോയി കാണണം തന്നെ ഞാനും പറയുള്ളൂ. അപ്പോൾ റിവ്യൂ ഞാൻ വലിച്ചു കിട്ടുന്നില്ല. ഓവറോൾ വെരി ഗുഡ് മൂവി. നിങ്ങളൊരു മാർവൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ പോയി കാണാം.
ഇഫ് നോട്ട് സൂപ്പർ ഹീറോ സിനിമ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കാം. എനിവേ എൻഡ് ഓഫ് ദ ഡേ അത് നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. എന്നിപ്പോ ഇനി വാർ 2 സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സിനിമയ്ക്ക് പോയേക്കണ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ അടുത്ത ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും നാളെ ആയിരിക്കുള്ളൂ പോസ്റ്റ് ചെയ്യുക. വീഡിയോ പോസ്റ്റ് ആയി പിറ്റേ ദിവസം ആയിരിക്കുള്ളൂ പോസ്റ്റ് ചെയ്യാൻ. എന്തായാലും അതിന്റെ റിയാക്ഷൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനിയും സിനിമകളുടെ ട്രെയിലറുകളും റിവ്യൂസ് ഒക്കെ ആയിട്ട് ഇനിയും ചാനലിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബർ കൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ കൂടുക എന്നുള്ളത് രണ്ടും വേണം. നമുക്കൊരു 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും കയറാന്ന് പറഞ്ഞ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആരും സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും. അതുവരെ ഗുഡ് ബൈ.